ഇന്നത്തെ കഥ കേൾക്കാൻ റെഡിയല്ലേ എല്ലാവരും? പണ്ട് 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 ഒരു രാജ്യത്ത് വളരെ അടുത്ത കൂട്ടുകാരായ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. അതിലെ ഏറ്റവും ചെറിയ കുട്ടിയുടെ പേരാണ് മിറ്റിസിക്. ഈ 3 കുട്ടികളും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ അമ്മമാരെപ്പോഴും അവരോട് രാവിലെ പറയും, കുഞ്ഞുങ്ങളെ ദൂരോട്ടൊന്നും കളിക്കാൻ പോവരുതേ, കളിച്ച് കളിച്ച് കാട്ടിലോട്ടൊന്നും കയറി പോവരുതേ എന്ന്. അവർ പക്ഷേ അമ്മമാർ പറയുന്നൊന്നും അനുസരിക്കാറില്ല. പലപ്പോഴും കളിച്ച് കളിച്ച് അവർ കാട്ടിൽ കയറി പോവുകയും കാട്ടിൽ നിന്ന് പഴങ്ങളൊക്കെ പെറുക്കി ചുറ്റി തിരിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അമ്മമാർ ചോദിക്കും, എവിടെയൊക്കെ കളിക്കാൻ പോയി, കാട്ടിൽ പോയോ, ദൂരെ പോയോ എന്നൊക്കെ. അപ്പോൾ 3 പേരും കള്ളം പറയും, ഞങ്ങളെങ്ങും പോയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരിക്കൽ ഈ 3 കുട്ടികളും കൂടി കാട്ടിൽ പോയി. കളിച്ച് 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 കാടിനുള്ളിലേക്ക് കയറിപ്പോയി. കുറേ നേരം കഴിഞ്ഞാണ് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്ക് സന്ധ്യ ആവാറായി. പക്ഷേ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ചുറ്റുപാടും ഇരുട്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ കാട്ടിലൊക്കെ അങ്ങനെ അലഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ദൂരെ ദൂരെ ഒരു വെട്ടം കണ്ടു. അതൊരു വീടായിരിക്കണം എന്ന് ഈ കുട്ടികൾക്ക് തോന്നി. അങ്ങനെ 3 പേരും കൂടെ ഈ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. എന്നിട്ട് മുട്ടി, ടക്ക് 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 എന്ന് വാതിൽ മുട്ടി. അപ്പോൾ വാതിൽ തുറന്നത് വളരെ പ്രായം ചെന്നൊരു വൃദ്ധയാണ്. അവർക്ക് ശരിക്കും നടക്കാൻ പോലും വയ്യായിരുന്നു. 3 കുട്ടികളെ വാതിൽക്കൽ കണ്ടപ്പോൾ ഈ വൃദ്ധയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. കുഞ്ഞുങ്ങളെ വേഗം കയറി വാ എന്നവർ ക്ഷണിച്ചു. നിങ്ങൾ വഴി തെറ്റി വന്നതായിരിക്കും അല്ലേ, സാരമില്ല, ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോകാം. രാവിലെ ആകുമ്പോൾ വെളിച്ചം വരും, അപ്പോൾ നിങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുട്ടികൾ ആ വീടിനുള്ളിൽ കയറിയിരുന്നു. അപകടം ആ കുഞ്ഞുങ്ങൾ മണത്തതേയില്ല. അത് ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു. അവർക്ക് മനുഷ്യ മാംസം കഴിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു ഈ മന്ത്രവാദിനിക്ക്. പക്ഷേ ഇപ്പോൾ പ്രായമായി, കുട്ടികളെ കൊല്ലാനുള്ള ആരോഗ്യമൊന്നുമില്ല. മാത്രമല്ല ഈ 3 കുട്ടികളെ ഒരുമിച്ച് വേണ്ടതാനും. അതുകൊണ്ട് അവർ വിചാരിച്ചു, കുട്ടികളെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കിക്കിടത്താം. ഉറങ്ങിക്കഴിയുമ്പം 3 പേരെ ഓരോ കൂട്ടിനകത്താക്കാം. തരം പോലെ ഓരോരുത്തരെ തിന്നാം. 3 പേരെയും കൂടി ഒരുമിച്ച് കൊല്ലാൻ തുടങ്ങുവാണെങ്കിൽ 3 പേരും കൂടെ ബഹളം വെക്കും. തന്നെ തള്ളിയിടുകയോ മറ്റോ ചെയ്ത് ഓടിപ്പോയാൽ പിന്നാലെ പോയി പിടിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. അങ്ങനെ മന്ത്രവാദിനി നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിളമ്പി കുട്ടികളെ കഴിപ്പിച്ചു. എന്നിട്ട് കിടക്ക വിരിച്ച് കിടക്കാൻ പറഞ്ഞു. ഏറ്റവും ചെറിയ മിറ്റിസിക്കിനെ ആ വീട്ടിൽ ചെന്നപ്പം മുതലേ എന്തോ ഒരു അപകടം മണക്കാൻ തുടങ്ങി. ഈ വൃദ്ധ ഒരു സാധാരണ വൃദ്ധയല്ലെന്നും ഇവരുടെ സ്നേഹം കപടമാണെന്നും മിറ്റിസിക്കിന് തോന്നി. അവൻ അതുകൊണ്ട് ചുറ്റുപാടുകൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഉപകരണങ്ങളും മന്ത്രവടികളും ഒക്കെ കണ്ടപ്പോൾ തങ്ങൾ അപകടത്തിലാണ് എന്ന് തന്നെ മിറ്റിസിക്കിന് തോന്നി. എന്തായാലും എങ്ങനെയെങ്കിലും നേരം വെളുത്ത് ഒന്ന് വെളിച്ചമായാൽ മതിയായിരുന്നു എന്ന ചിന്തയോടെ അവൻ ഉറങ്ങാൻ കിടന്നു. വൃദ്ധയാണെങ്കിൽ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ആരാ ഉറങ്ങാതെ കിടക്കുന്നത്, ആരാ ഉറങ്ങിക്കഴിഞ്ഞത്? അപ്പം മുതിർന്ന 2 കുട്ടികളും മിണ്ടിയില്ല. പക്ഷേ മിറ്റിസിക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിയില്ല അമ്മുമ്മേ. അമ്മുമ്മ ചോദിച്ചു, നീ ആരാ, നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, ഞാൻ ഇതിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് മിറ്റിസിക്. അപ്പോൾ മന്ത്രവാദിനി ചോദിച്ചു, മിറ്റിസിക്ക് നീ എന്താ ഉറങ്ങാത്തത്? അവൻ പറഞ്ഞു, അമ്മുമ്മേ, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ടേ അമ്മ എനിക്കൊരു മുട്ട പുഴുങ്ങി തരുമായിരുന്നു. ഞാൻ സാധാരണ മുട്ട തിന്നിട്ടേ ഉറങ്ങാറുള്ളൂ. മുട്ട രാത്രി കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ മന്ത്രവാദിനി ചെന്ന് കഷ്ടപ്പെട്ട് ഒരു മുട്ട എടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങി. അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവൻ ഉറങ്ങിയിട്ടല്ലേ അവനെ പിടിച്ച് കൂട്ടിലാക്കാൻ പറ്റൂ. അങ്ങനെ കുറേ നേരം കൊണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി അത് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു. മിറ്റിസിക്ക് മുട്ടയൊക്കെ പൊളിച്ച് അവിടെ നിന്ന് തിന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഉറങ്ങാൻ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മന്ത്രവാദിനി ചോദിച്ചു, ആരാ ഉറങ്ങാതെ കിടക്കുന്നത്, ആരാ ഉറങ്ങിയത്? അപ്പോൾ മിറ്റിസിക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ അമ്മുമ്മേ, മിറ്റിസിക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മുമ്മയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു. അവർ ചോദിച്ചു, നീ എന്താ ഉറങ്ങാത്തത്, എന്ത് കിട്ടിയാലോ നീ ഒന്ന് ഉറങ്ങുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മുമ്മ, എനിക്ക് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മുട്ട തരുന്നതിൻ്റെ കൂടെ അമ്മ ചോളവും കൂടെ വറുത്ത് തരും. ഇന്ന് എനിക്ക് ചോളം കിട്ടിയില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ ഉറക്കം വരാത്തത്. അപ്പോൾ അമ്മുമ്മ എണീറ്റ് ചെന്ന് കുറച്ച് ചോളം എടുത്ത് ചട്ടിയിലിട്ട് വറുത്ത് അവന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് തിന്ന്, എന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങ്. കുറേ നേരം കഴിഞ്ഞു. അവർ പിന്നെയും വിളിച്ചു ചോദിച്ചു, കുഞ്ഞുങ്ങളെ ഉറങ്ങിയോ, ആരാ ഉറങ്ങാത്തത്? അപ്പോൾ മിറ്റിസിക്ക് വിളിച്ചു പറഞ്ഞു, അമ്മുമ്മ, ഞാൻ മിറ്റിസിക്ക് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മുമ്മ ചോദിച്ചു, അയ്യോ നീ എന്താ ഇതുവരെ ഉറങ്ങാത്തത്, ഇനി എന്ത് വേണം നിനക്ക്? അപ്പോൾ അവൻ പറഞ്ഞു,
അമ്മമ്മേ, എനിക്ക് രാത്രിയിലെ അമ്മ കിണറ്റിൽ അരിപ്പയെന്ന് വെള്ളം കോരിത്തരും. ഈ അരിപ്പ കോരിയ വെള്ളം കുടിച്ചാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. വൃദ്ധയ്ക്ക് ദേഷ്യം വന്നു. അവർ വേഗം ഒരു അരിപ്പ എടുത്തു. അരിപ്പ കയറിൽ കെട്ടി വെള്ളത്തിനുള്ളിലേക്ക് ഇട്ടു. വെള്ളം കോരി മേളി വന്നപ്പം വെള്ളമില്ല. അരിപ്പയുടെ ദ്വാരങ്ങളിൽ കൂടി വെള്ളമെല്ലാം ഒഴുകിപ്പോയി. അവർ പിന്നെയും അരിപ്പ വെള്ളത്തിലേക്കിട്ടു. വെള്ളം കോരി മുകളിൽ വരുമ്പം വെള്ളമില്ല. വെള്ളം കോരി അവർ വല്ലാതെ ക്ഷീണിച്ചു. ഈ സമയം കൊണ്ട് മിറ്റിസിക്ക് തൻ്റെ കൂട്ടുകാരെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, വേഗം എഴുന്നേക്ക്, ഏകദേശം നേരം വെളുക്കാറായി. ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകും. കൂട്ടുകാരെ അപ്പം തന്നെ ചാടി എഴുന്നേറ്റു. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അലമാരിയുടെ മുകളിലായിട്ട് ഒരു ചുവന്ന പട്ട് വിരിച്ചിട്ട് അതിന് മുകളിൽ ഒരു കട്ട സോപ്പും ഒരു സൂചിയും ഒരു കത്തിയും വെച്ചിരിക്കുന്നത് കണ്ടു. ഈ സോപ്പും സൂചിയും കത്തിയും കൂടെ ഒരുമിച്ച് ഒരു പട്ടിന് മുകളിൽ വെക്കണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിരിക്കുമെന്ന് മിറ്റിസിക്കിന് തോന്നി. അതുകൊണ്ട് അവ മൂന്നും എടുത്തുകൊണ്ടാണ് മിറ്റിസിക്ക് ഓടിയത്. അങ്ങനെ അവർ വെളിയിലേക്ക് ചാടി കുറേ ദൂരം ഓടി. വൃദ്ധയാണെങ്കിൽ അരിപ്പേര് വെള്ളം കോരി ക്ഷീണിച്ചു. കുറേ നേരം കോരിയിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. മിറ്റിസിക്ക് തന്നെ പറ്റിച്ചതാണെന്ന് വൃദ്ധയ്ക്ക് മനസ്സിലായി. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അവർ അലറിക്കൊണ്ട് കുട്ടികൾ കിടന്ന മുറിയിൽ ചെന്നപ്പോൾ 3 പേരും ഇല്ല. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. വൃദ്ധ ഉടനെ പുറത്തിറങ്ങി. കുട്ടികൾ പോയ വഴിയെ പാഞ്ഞു ചെല്ലാൻ തുടങ്ങി. അവർക്ക് മന്ത്രശക്തി ഉള്ളതുകൊണ്ട് വേഗം പറന്ന് ചെല്ലാൻ പറ്റുമായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണെങ്കിലും മിറ്റിസിക്ക് ചെവി ഓർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നാലെ പാഞ്ഞു വരുന്ന വൃദ്ധയുടെ ഗന്ധം അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. മാത്രമല്ല, അവർ കാറ്റിൽ പറന്നു വരുമ്പം ഉഷ് എന്നൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. അതും അവന് പെട്ടെന്ന് മനസ്സിലായി. അവന് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് താൻ കയ്യിലെടുത്തിരുന്ന സോപ്പ് കട്ട എടുത്ത് പിന്നിലേക്ക് ഒറ്റയേറ് വെച്ചു കൊടുത്തു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ സോപ്പ് കട്ട വീണയിടം വഴുവഴുപ്പുള്ള ഒരു വലിയ കുന്നായിട്ട് മാറി. നനഞ്ഞ സോപ്പ് കൊണ്ടുള്ള ഒരു വലിയ കുന്ന്. എന്നിട്ട് ആ കുന്നിൽ നിന്ന് സോപ്പ് പത മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. പറന്നു വന്ന വൃദ്ധ ആ സോപ്പ് പതയിൽ തട്ടി താഴെ വീണു. താഴെ വീണത് വഴുവഴുപ്പുള്ള കുന്നിലേക്കാണ്. ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും അവരവിടെ തെന്നി വീണുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. ഒരു വിധത്തിലാണ് തെന്നി ദൂരേക്ക് തെറിച്ചു പോയ മന്ത്രവടി അവർക്ക് കണ്ടെടുക്കാനായത്. അതുമെടുത്ത് അതിൽമേൽ കയറി അവർ വീണ്ടും പറക്കാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ മിറ്റിസിക്കിന് മനസ്സിലായി വൃദ്ധ തങ്ങളെ പിടിക്കാറായെന്ന്. അപ്പോൾ അവൻ തൻ്റെ കയ്യിലിരുന്ന സൂചി എടുത്ത് പിന്നിലേക്ക് ഒരേറ് കൊടുത്തു. ആ സൂചി നിലത്ത് ചെന്ന് വീണതും 100ഉം 1000ഉം 10,000ഉമായിട്ട് പെരുകാൻ തുടങ്ങി. സൂചി കൊണ്ട് വലിയൊരു മതിൽ തന്നെ അവിടെ രൂപപ്പെട്ടു. പറന്നു വന്ന മന്ത്രവാദിനി ആ മതിലിൽ തട്ടി താഴെ വീണു. അവരുടെ ദേഹം ആസകലം സൂചി കൊണ്ട് മുറിഞ്ഞു. മന്ത്രവാദിനിക്കാണെങ്കിൽ ആ സൂചി മതിലിനപ്പുറത്തേക്ക് പറന്നു പോകാനേ പറ്റിയില്ല. അവസാനം അവർ കുറേ ദൂരം വലം വെച്ച് ഒരു വിധത്തിൽ അതിനപ്പുറം കടന്നെത്തി. എന്നിട്ട് വീണ്ടും മിറ്റിസിക്കിനും കൂട്ടുകാർക്കും പിന്നാലെ പറന്നു വരാൻ തുടങ്ങി. അവസാനം ഒരു കത്തി മാത്രമേ ഇനി മിറ്റിസിക്കിൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. അവൻ പ്രാർത്ഥനയോടെ ആ കത്തി പിന്നോട്ടെറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഭൂമിയിൽ വിശാലമായൊരു വിള്ളലുണ്ടായി. അതുവഴി പോകുന്ന എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു ശക്തി ആ വിള്ളലിനുള്ളിൽ നിന്നും പറന്നു പോവുകയായിരുന്ന വൃദ്ധയെ അതിനുള്ളിലേക്ക് വലിച്ചിട്ടു. അവരകത്തേക്ക് വീണതും ആ വിള്ളൽ അങ്ങ് അടയുകയും ചെയ്തു. അങ്ങനെ ആ ദുർമന്ത്രവാദിനിയുടെ കഥ കഴിഞ്ഞു. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട മിറ്റിസിക്കും കൂട്ടുകാരും വേഗം വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവരെ കാണാതെ വീട്ടുകാരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ ഈ കുട്ടികൾ തങ്ങളോട് പറഞ്ഞത് കള്ളമായിരുന്നുവെന്നും അവർ കാട്ടിൽ പോകാറുണ്ടായിരുന്നുവെന്നും വീട്ടുകാർക്ക് മനസ്സിലായി. അതോടെ വീടിന് ദൂരെ പോയി കളിക്കുന്ന കളികളൊക്കെ അമ്മമാർ അവസാനിപ്പിച്ചു. അമ്മമാരുടെ വാക്ക് കേൾക്കാതെ ഇനി മേലിൽ കാട്ടിലേക്ക് പോവുകയില്ല എന്ന് കുട്ടികളും തീരുമാനിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.